അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണോ? കുട്ടിയുണ്ടാവാൻ പോവുകയാണോ? നിങ്ങൾ ഗർഭിണിയാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണോ? എങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് കേൾക്കണം. കുഞ്ഞിനോട് സ്നേഹമുള്ളവരൊക്കെ ഇത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ആയിഷ ബീവി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല, ആയിഷ ബീവി പറഞ്ഞതാണ്. നോക്കൂ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾ? 5-ാമത്തെ മാസം മുതൽ 9-ാമത്തെ മാസം വരെ ഓരോ മാസവും ചെയ്യേണ്ട അമലുകളാണ് ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നത്. ആയിഷ ബീവി പറയാണ്, 5-ാമത്തെ മാസത്തിൽ ഒരാൾ സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? 5-ാമത്തെ മാസത്തിൽ ഗർഭിണിയായ സ്ത്രീ പാരായണം ചെയ്യേണ്ട സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. 6-ാമത്തെ മാസത്തിൽ പാരായണം ചെയ്യേണ്ടത് സൂറത്തു മറിയമാണ്. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന സൂറത്തു മറിയം. അതേപോലെ തന്നെ 7-ാമത്തെ മാസത്തിൽ ഗർഭിണി പാരായണം ചെയ്യേണ്ടത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്താണ്. 8-ാമത്തെ മാസത്തിലോ സൂറത്തുൽ ഖദറാണ്. സൂറത്തുൽ ഖദറൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഒരു കൈ വയറിന് മുകളിൽ വെച്ചിട്ട് നിങ്ങൾ ഓതിയാൽ മാതാപിതാക്കളോട് നല്ല അനുസരണയുള്ള സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ കാരണമാകും. ഇനി 8-ാമത്തെ മാസം കഴിഞ്ഞാൽ പിന്നെ ഏതാ മാസം? 9-ാമത്തെ മാസം. ആ മാസത്തിൽ സൂറത്തു യാസീൻ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓതിയാൽ നല്ല ആരോഗ്യമുള്ള, വൈകല്യങ്ങളില്ലാത്ത കുട്ടി ജനിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യമുള്ള മക്കളെ നൽകട്ടെ. വീണ്ടും കാണാം. കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.